ഞാൻ കുറച്ച് ദിവസം ഇങ്ങോട്ട് താമസം മാറട്ടെ. അതാവുമ്പോൾ അപ്പം നിന്റെ ബാക്കി പേഷ്യൻസോ? നീ ഒറ്റയ്ക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യും? പണ്ടത്തെ പോലെ ഒരു പ്രാവശ്യം കൂടി 5-6 ദിവസം കൂടി എൻ്റെ മോൾ എൻ്റെ കൂടെ ജീവിക്കൂ. അത് മാറ്റാൻ പറ്റില്ലല്ലോ. എൻ്റെ മനസ്സിലിപ്പോൾ ഇനിയുള്ള ദിവസം കൊണ്ട് അവളെ എങ്ങനെയെങ്കിലും ഹാപ്പി ആയിട്ട് വെക്കണം, അത്രേ ഉള്ളൂ. ഞാനൊരപ്പനല്ലടാ, എനിക്കിനി പറ്റില്ലെന്നാണോ? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലടാ. ഇന്നലെ വീട്ടിലേക്ക് വരാമെന്ന് കരുതിയ, പക്ഷെ മോളെ ഡിസ്ചാർജ് ആക്കാൻ വൈകി. അതാ വരാൻ പറ്റാണ്ടിരുന്നത്. പിന്നെ അറിയാലോ, അർജുനും ഡോക്ടേഴ്സും വന്ന് അവരുടെ കാര്യം പറഞ്ഞു. 5-6 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ മോളെ അങ്ങോട്ട് വരും തൻ്റെ അടുത്തേക്ക്. നോക്കിക്കോണം. താൻ പറഞ്ഞ പോലെ പിടിവാശി കുറവൊന്നുമില്ല, നമ്മുടെ അല്ലേ മോള്. കഴിഞ്ഞ ദിവസം എൻ്റെ പപ്പേനോട് പറയാ വേറെ കല്യാണം കഴിക്കാൻ, എനിക്കൊരു കൂട്ടിന്. തനിക്ക് പകരം വേറൊരാൾ. എനിക്കെന്തോ അതങ്ങോട്ട് ഡൈജസ്റ്റ് ആവണല്ലേ. എന്നെയൊക്കെ ആക്കുന്ന, അല്ലെങ്കിൽ എനിക്കൊക്കെ ആകാൻ പറ്റുന്ന ഒരാളെ വേറൊന്നും കൊണ്ടല്ല, ആഗ്രഹിക്കാനും സ്നേഹിക്കാനൊക്കെ ഇപ്പോൾ വല്ലാത്ത പേടിയാ. ഒരുപക്ഷെ ഒരുപാട് ആഗ്രഹിച്ചതും സ്നേഹിച്ചതും സ്വപ്നം കണ്ടതൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കും. 2 വീട്ടുകാരുടെ തല്ലും വഴക്കൊക്കെ കഴിഞ്ഞിട്ട് തന്നെ എൻ്റേതായിട്ട് എനിക്ക് കിട്ടിയത് ആ കുറച്ച് ദിവസങ്ങൾ മാത്രം. പക്ഷെ ആ ദിവസങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് കാത്തിരുന്നുണ്ട്. ആ ദിവസങ്ങൾ മതി എനിക്ക് ലൈഫ് ലോങ് ജീവിക്കാൻ. എന്നോട് കുറേ പേര് ചോദിക്കുക ഞാൻ എന്താ കരയാത്തതെന്ന്. മുമ്പ് താൻ ഉണ്ടായിരുന്നു ഒരു ആശ്വാസത്തിന്. പെട്ടെന്നൊന്നും പറയാതെ താനങ്ങോട്ട് പോയി. എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അപ്പത്തെ ഒരാശ്വാസം താൻ മോളെ തന്നു. ഇപ്പം അവളെയും കൊണ്ട് പോവാണെന്ന്. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും ഞാൻ തൻ്റെ മോളെയൊന്നും വേണ്ടത്ര സ്നേഹിച്ചിട്ടില്ലെന്ന്. അതായിരിക്കും തൻ്റെ മോളെ കൊണ്ടുപോയ രോഗം എന്നെ മാത്രം ഇങ്ങനെ കുറെ സമയമൊക്കെ നമുക്ക് പിടിച്ചേക്കാൻ പറ്റും. കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പം കയ്യിൽ താനൊന്ന് തിരിച്ചു വന്നിരുന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. എന്താലേ ഓരോരോ മണ്ടത്തരങ്ങൾ. ചെല്ലട്ടെ, മോളെ ഒറ്റയ്ക്കാ. അവൾ ഉറങ്ങിയ ഗ്യാപ്പിൽ വന്നതാ. ആന്റണി, ആന്റണി. ആരാ? ഞാൻ ആരാണ് എന്നതിലല്ല, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിലാണ്. എങ്ങനെ? മന്ത്രമോ മാജിക് ഒന്നുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയാണ് കാണേണ്ടതെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഭാര്യയാവാൻ പറ്റും. ഐ ക്യാൻ ഹെൽപ്പ് യു. മനസ്സിലായില്ല. നിങ്ങളുടെ മായയാവാൻ കഴിയും. നീ എന്താ പ്രാന്തൊക്കെ കാണിക്കുന്നേ? ആരെന്താണെന്നറിയാതാണോ പോയി നിൽക്കുന്നത്? ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല. ഞാൻ ആരാ എന്താ എന്നതല്ല ഇവിടെ പ്രശ്നം. നിങ്ങൾക്ക് എന്നെ ആവശ്യമാണ്, അല്ലെങ്കിൽ എൻ്റെ ഈ രൂപത്തെ ആവശ്യമാണ്. ഈ ഭൂമിയിൽ എനിക്ക് 7 ദിവസത്തെ സമയമുള്ളൂ. ആ 7 ദിവസം ആരെങ്കിലും സഹായിക്കാൻ പറ്റുക അത്ര നല്ലതല്ലേ?
അതങ്ങനെ പലതും പറയും. നീ വാ. എടാ, ഈ വന്നിരിക്കുന്ന എൻ്റെ ഭാര്യ മായയാണോ അല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ എനിക്കിപ്പോൾ എൻ്റെ മോളെ സന്തോഷമാണ്. അതിനിതാണ് മാർഗമെങ്കിൽ എനിക്കിതാണ് ശരി. എന്തോ തിരിഞ്ഞിരുന്നു കേട്ടോ. എന്റെ കുഞ്ഞാവിയല്ലേ. മോള് ഭയങ്കര ഹാപ്പിയാണ്. താൻ താൻ ശരിക്കും അവളാണോ അതോ എൻ്റെ തോന്നലാണോ അതോ സ്പിരിറ്റ്, ഗോസ്റ്റ് അങ്ങനെ? എന്തായാലും ഞാൻ നിങ്ങളുടെ ഭാര്യയല്ല. പിന്നെ പിന്നെ താൻ എന്തിനാ ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിച്ചത്? ഞാൻ ഈ വീടൊന്ന് ചുറ്റി കാണട്ടെ. നിങ്ങൾ ഞാനെങ്ങനെ വിശ്വസിക്കും? നിങ്ങളെന്തെങ്കിലും തരിട കാണിച്ചിട്ട് ഓടി വന്നാണെങ്കിലോ? താൻ ആരെങ്കിലും കൊന്നിട്ടോ കട്ടിട്ടോ വന്നാണെങ്കിലോ? താൻ നുണ പറയുന്നതാണെങ്കിലോ? താനൊരു ഫ്രോഡാണെങ്കിൽ? സാര ഡ്രസ് എവിടെ വെച്ചിരിക്കുന്നേ? ആ റൂമില്ല. ഓക്കെ. ഇതിലേതാ വേണ്ടേ? അതൊക്കെ ഇതന്നെ എനിക്കിഷ്ടപ്പെട്ടെ. കുറച്ചുകൂടി എമ്മിയല്ലേ? പാപ്പ മോളുടെ ആവശ്യത്തിന് അർജുനങ്ങളെ കാണാൻ പോയിക്കല്ലേ? എന്ത് പറ്റി? നമുക്കത് പപ്പേനോട് ചോദിക്കാം. പപ്പ എന്നെ ഇപ്പോൾ വിളിക്കാം കേട്ടോ. ഹലോ ഹലോ. നിനക്ക് നിന്റെ ലാപ്പ്? എന്റെ പഴയ വീഡിയോ കാണാനാ. അത് ആ പഴയ കബഡി കാണും. ഇതിലേതാ വീഡിയോ? അപ്പയുടെ അമ്മയുടെ വീഡിയോ. ഇതാണോ? ആ ഇതന്നെ. എന്താ ഇങ്ങനെ ഇരുന്ന് എങ്ങനെ ശരിയാവാ?
ഇങ്ങനെ ഷോക്കടിച്ചിരിക്കല്ലേ. നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള ലാസ്റ്റ് വീഡിയോ അല്ലേ. സാറയ്ക്ക് വിഷമാവില്ലേ? ഹേ സാറാ, ഈ വീഡിയോ കാണുമ്പോഴത്തേലും ചിലപ്പോൾ മമ്മ മോളുടെ അടുത്തുണ്ടാവില്ല. മമ്മ ഒരു യാത്ര പോവാ. പക്ഷെ മമ്മ മോൾക്കൊരാളെ ഏൽപ്പിച്ചിട്ട് പോകുന്നേ, നമ്മുടെ സ്വീറ്റ് പപ്പായെ. മമ്മയില്ലാതെ മോളെ നോക്കാൻ ഭയങ്കര പാടാ. പക്ഷെ മമ്മിക്ക് പോയേ പറ്റൂ. സോ ബി ഹാപ്പി. പപ്പ പറയണെല്ലാം കേൾക്കണം. ഓക്കെ, ഇച്ചിരി കുടുംബമൊക്കെ കാണിക്കാം. മമ്മ പോയി കഴിഞ്ഞാൽ പപ്പയ്ക്ക് മോളും, മോൾക്ക് പപ്പയും മാത്രമേ ഉള്ളൂ. മമ്മ എപ്പോഴും തിരിച്ചു വരാന്നറിയില്ല. Sorry, I miss you. I miss you too. But I love you.
സമയമായി, ഞാൻ പൊക്കോട്ടെ. ആന്റണി കേൾക്കുന്നില്ലേ? ആ ആ ഞാൻ ശരിക്കും പോവാ. എനിക്ക് മനസ്സിലായി. ഒട്ടും പ്രതീക്ഷിക്കാണ് താൻ ലൈഫിലേക്ക് കടന്നു വന്നത്. എല്ലാം എനിക്കൊരു സ്വപ്നം പോലെയായിരുന്നു. ലൈഫിൽ കുറച്ച് നാൾ കൂടി കിട്ടിയിരുന്ന ഞാൻ അത്രയും ആഗ്രഹിച്ച നിമിഷങ്ങളാണ് താനിക്ക് തന്നത്. ഈ ദിവസങ്ങളൊക്കെ റീലായിരുന്നു ഞാൻ അത്ര ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചോദിക്കുക, താൻ്റെ മായല്ലെന്ന് എനിക്കറിയാം. എന്നാലും എനിക്കിത് ചോദിക്കാൻ അർഹതയുണ്ടെന്ന് പോലും എനിക്കറിയില്ല. എന്നാലും ചോദിക്കുക, തനിക്ക് പോവാതിരുന്നോളൂ. ആന്റണി ഇന്ന് മണ്ടത്തരേ പറയുന്നേ. എനിക്ക് പോയേ പറ്റൂ. ഞാൻ ആന്റണിയോടെല്ലാം പറഞ്ഞിട്ടായിരുന്നല്ലേ. സോറി. മുമ്പ് മായൻ ഒറ്റയ്ക്കാക്കി പോയപ്പോൾ കൂടെ ഒരുപാട് പേരുണ്ടായിട്ടും ഞാൻ ഒരുപാട് ഒറ്റപ്പെട്ടു പോയി. ഇപ്പോൾ ഒരിക്കലും തിരികെ കെട്ടില്ലെന്നറിഞ്ഞ ജീവിതം വീണ്ടും മുമ്പിൽ വെച്ച് നീട്ടിയപ്പോൾ വിട്ടുകൊടുക്കാൻ തോന്നിയില്ല. തീരരുതെന്നറിയാതെ ആഗ്രഹിച്ചു പോയി. വേറൊന്നും കൊണ്ടല്ല, താൻ കൂടെ പോയാൽ ഞാൻ പിന്നെ ഒറ്റപ്പെട്ടു പോകും. അതുകൊണ്ടാ. ഞാൻ പോട്ടെ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു കുഞ്ഞിൻ്റെ അമ്മയാണെന്ന്. എൻ്റെ അമ്മ എന്നെ നോക്കിയ പോലെ നോക്കണം, കൊഞ്ചിക്കണം, ലാളിക്കണം, അതിൻ്റെ വായന അമ്മയിൽ നിന്ന് വിളി കേൾക്കണം. അതൊക്കെ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. എൻ്റെ അമ്മ എന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയത്. കൈ വേദനിച്ച പോലും എൻ്റെ അമ്മ എന്നെ നിലത്ത് വെക്കാറില്ല. സത്യത്തിൽ എൻ്റെ ആഗ്രഹം മായയിലൂടെ സാധിച്ചതിന് ഞാനല്ലേ താങ്ക്സ് പറയണ്ടേ? എനിക്കറിയാം ഞാൻ ആരാണ്, എന്താണ് എന്നതിലൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടെന്ന്. അന്ന് എന്നെ ഫ്രോഡെന്ന് വിളിച്ചില്ലേ? പക്ഷെ ഞാൻ ഫ്രോഡല്ല. ഒരുപാട് പേരെന്നെ അങ്ങനെ വിളിച്ചിട്ടുണ്ട്, ആട്ടി ഓടിച്ചിട്ടുണ്ട്, അവഗണിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് എൻ്റെ സ്നേഹം സത്യമായിരുന്നു. എനിക്കത് പറയണമെന്നുണ്ടായിരുന്നു. അല്ല, ഞാൻ ഹേയ്, അത് കുഴപ്പമില്ല. ഇയാളുടെ ശരിക്കുള്ള രൂപം എനിക്ക് കാണാൻ പറ്റുമോ? നമ്മൾ മുമ്പെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലോ? എന്തിനാ അത് വേണ്ട. ഞാൻ തന്നെ നിർബന്ധിക്കുകയല്ല. താനിപ്പോൾ എനിക്ക് അടുത്തൊരു ഫ്രണ്ടല്ലേ? ആ സ്പേസിൽ നിന്നുകൊണ്ട് ചോദിക്കുക, താൻ ആരാന്നറിയാൻ. വേണ്ട, ഞാൻ ആരാന്നറിഞ്ഞ ഇപ്പം കാണിക്കുന്ന സ്നേഹവും കെയറൊന്നും ഇല്ലാതെയാവും. അതിന് എനിക്ക് തോന്നിയ സ്നേഹവും കെയറൊക്കെ മായ എന്നുള്ള തൻ്റെ ഈ രൂപത്തോടല്ലല്ലോ, അതിനുള്ളിലുള്ള ആ വ്യക്തിയോടല്ലേ. അതെന്നും അങ്ങനെ തന്നെ ഉണ്ടാവും, അത് ഉറപ്പാ. ഒരേ ഒരു തവണ എൻ്റെ പേര് ജൂഹി. ഇതാണ് എൻ്റെ യഥാർത്ഥ രൂപം. എന്താ ഇപ്പം കാണണ്ടായിരുന്നു തോന്നുന്നുണ്ടോ? അനുഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ആരാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞത് മുതൽ എന്നെ ഒരുപാട് സ്നേഹിച്ച എൻ്റെ പാരൻസിന് പോലും മടിയായിരുന്നു ഞാനൊരു ട്രാൻസ്ജെൻഡറാണെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പോലും. പിന്നെ സൊസൈറ്റിയുടെ കാര്യം പറയണ്ടല്ലോ. വീട്ടിലെ അവസ്ഥ മോശമായി തുടങ്ങിയപ്പോൾ ഞാൻ വീട് വിട്ടിറങ്ങി. ഒരുപാട് ജോലിക്കൊക്കെ പോയി നോക്കി, പക്ഷെ ആരെടുപ്പിച്ചില്ല. ഒരു നല്ല വർത്തമാനം കേൾക്കാൻ പോലും പറ്റാത്ത എത്രയോ ദിവസങ്ങൾ. അവസരം മുതലാക്കാൻ സ്നേഹത്തിൽ പൊഞ്ഞ നല്ല വാക്കുകളുമായി കുറേ ആളുകൾ പിന്നെയും പറ്റിച്ചു. ആണിനെയും പെണ്ണിനെയും മാത്രമാണ് ദൈവം സൃഷ്ടിച്ചത്. ഞങ്ങളെ സൃഷ്ടിച്ചതും ഇതേ ദൈവം തന്നെയല്ലേ? എനിക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലേ? ചേർത്ത് നിർത്താനാവില്ലാത്തൊരവസ്ഥ. എൻ്റെ എനിക്ക് നല്ലൊരു കൂട്ടുകാരനുണ്ട്.
ഞാൻ ആരാണെന്ന് പറഞ്ഞു തരാൻ പോലും എനിക്കൊരാളില്ലാതായിപ്പോയി. ഞങ്ങളെന്ത് തെറ്റ് ചെയ്തിട്ടാ? ഞങ്ങൾക്ക് സമൂഹത്തിൽ മറ്റുള്ളവരെ പോലെ എല്ലാവരും സഹായിക്കണമെന്ന് സ്നേഹിക്കുന്നു ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഞങ്ങളെ കാണുമ്പോൾ ഓടി ഒളിക്കാതെ ഒരു ചേച്ചിയെ പോലെയോ ഒരമ്മയെ പോലെ കണ്ട് ഓടി വന്നാൽ മതി. ഞങ്ങൾ എത്ര ഹാപ്പിയെന്നാ. ഞാൻ നിങ്ങൾക്കിപ്പോൾ വന്നത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ വാക്കുകളുണ്ടായിരുന്നു. 7 ദിവസം 7 ദിവസം നിങ്ങളെപ്പോലെ ഒരാളുടെ ഭാര്യയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കാത്തതായിട്ട് ആരുണ്ടാവുക? ശരിക്കും സാറയും മായും ഭാഗ്യം ചെയ്തവരാ. തന്നെപ്പോലെ ഒരാളെയല്ലേ കൂട്ടിന് കിട്ടിയത്. അപ്പോൾ ഞാനും 7 ദിവസം ചെറിയൊരു ഭാഗ്യവതിയാണ്. എന്തൊന്നും മിണ്ടാത്തെ? ഇതുപോലെ ഒരെണ്ണത്തിനാണ് സ്വന്തം ഭാര്യയായിട്ട് സ്നേഹിച്ചെന്ന് ഓർത്തിട്ടാണോ? എൻ്റെ 12ാമത്തെ വയസ്സിന് ശേഷം എന്നെ ഒരാൾക്ക് കെട്ടിപ്പിടിച്ചിട്ടില്ല. ആൻ്റണി, നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്. ആരുമില്ലെന്ന് ഓർത്ത് വിഷമിക്കാതെ, ആരുമില്ലാത്തൊരാൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പേരെ ചേർത്ത് നിർത്താൻ തനിക്ക് കഴിയും. ഞാൻ ഇറങ്ങട്ടെ. ഞാനും വരട്ടെ? വേണ്ട, മായയുടെയും സാറേ മോളുടെ പ്രസൻസ് ഇവിടെയുണ്ട്. ആൻ്റണി ഇവിടെ വേണം. അതായിരിക്കും അവർക്കിഷ്ടം. പിന്നെ ചില സമയത്ത് ചില ഗേറ്റ് കിടന്ന് തനിയെ പോകേണ്ടി വരും, ഒന്ന് തിരിഞ്ഞു പോലും നോക്കാനാവാതെ. അത് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, ഒരുപാട് സ്നേഹം ഉള്ളതുകൊണ്ടാണ്. നമ്മളതിനോട് പൊരുത്തപ്പെട്ടേ പറ്റും.